ഇപ്പോൾ എല്ലാ വാർത്താമാധ്യമങ്ങളിലും പ്രധാന വാർത്തയായിട്ട് കാണുന്നതും എല്ലാ ചാനലുകളിലും ചർച്ച ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണ് അമേരിക്കയിൽ നിന്ന് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ട്രംപ് ഡിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിൽ ഒരു ശുദ്ധികലശം നടത്തി അമേരിക്കയെ വീണ്ടും ഗ്രേറ്റാക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു രാജ്യത്തെ ഭരണാധികാരി എന്ന നിലയിൽ ട്രംപ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ആർക്കും മോശമായി ചിത്രീകരിക്കാൻ കഴിയില്ല. അത് ഏതൊരു രാജ്യവും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അനധികൃതമായി കുടിയേറി പാർക്കുന്നവരെ, കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഒക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇന്ത്യയുമായിട്ട് സൗഹൃദമാണെന്ന് പറയുകയും നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന അമേരിക്ക, ട്രംപ്, അതുപോലെ ട്രംപ് ഏറ്റവും ലോയൽ, വിശ്വസ്ത സുഹൃത്തായിട്ട് കണക്കാക്കുന്ന നരേന്ദ്രമോദി, ഇവർ തമ്മിലൊരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടായിരിക്കുകയല്ലേ എന്ന് സംശയം ചിലരിലെങ്കിലും ഉണ്ടായാൽ അത് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യയെ ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക അവഹേളിച്ചോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും, അമേരിക്ക അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ അപമാനിച്ചിരിക്കുകയാണ്, അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്. അവർ നമ്മുടെ പൗരന്മാരെ ഡിപ്പോർട്ട് ചെയ്ത രീതി തികച്ചും മ്ലേച്ഛം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കണം, മ്ലേച്ഛമായി പോയി എന്ന് തന്നെയാണ് പറയേണ്ടത്. കുറ്റവാളികളെ കൈവിലങ്ങ് വയ്ക്കുന്നത് പോലെ കൈവിലങ്ങ് വച്ച് കാലിൽ ചങ്ങലയിട്ട് 40 മണിക്കൂർ ഇതിനിടയിൽ ടോയ്ലറ്റിൽ പോകാൻ മാത്രമാണ് ഒരു ബ്രേക്ക് കൊടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. വെറും കുറ്റവാളികളെപ്പോലെ, അതും അമേരിക്കയുടെ മിലിറ്ററി എയർക്രാഫ്റ്റിൽ ഇന്ത്യയിൽ കൊണ്ട് ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനപ്പുറം നാണക്കേട് എന്തുണ്ട്? ഇതുവരെ ഇന്ത്യയുടെ മണ്ണിൽ ഒരു വിദേശ രാജ്യത്തിൻ്റെ മിലിറ്ററി എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ യുദ്ധവിമാനം ലാൻഡ് ചെയ്തിട്ടില്ല. അത് നടത്തിയതിലൂടെ ട്രംപ് എന്തിനാണ് ശ്രമിക്കുന്നത്? ഇന്ത്യക്ക് മേലുള്ള ഒരു ആധിപത്യം ചെലുത്തലല്ലേ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് സിവിലിയൻ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ മറ്റ് എയർപ്ലെയിൻസ് ഉപയോഗിച്ചില്ല? എന്നിട്ട് അവരെ അങ്ങനെ സിവിലിയൻ എയർക്രാഫ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ പാസഞ്ചറായിട്ട് കണക്കാക്കണം. പാസഞ്ചർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകി പാസഞ്ചറെ പോലെ ഇവിടെ കൊണ്ടിറക്കേണ്ടി വരും. അതിന് ട്രംപ് തയ്യാറായില്ല. പകരം യുദ്ധവിമാനത്തിൽ യുദ്ധത്തടവുകാരെ പിടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഹാർഡ് കോഡും ക്രിമിനൽസിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ കൈവിലങ്ങ് വച്ച് കാലിൽ ചങ്ങലയിട്ട് ഇതിനിടയിൽ ടോയ്ലറ്റിൽ പോകാൻ വലിച്ചഴിച്ച് ടോയ്ലറ്റിൽ കൊണ്ടുപോവുക, ഒരു ബ്രേക്ക് മാത്രം കൊടുക്കുക, എന്നിട്ട് 40 മണിക്കൂർ നീണ്ട ദുരിതപൂർണമായ യാത്രയെ ഒടുവിൽ ഇവിടെ നമ്മുടെ മണ്ണിൽ കൊണ്ടുവന്ന് തള്ളുക. അതും അവരുടെ മിലിറ്ററി എയർക്രാഫ്റ്റിൽ അല്ലെങ്കിൽ അവരുടെ വാർപ്ലെയിൻ യുദ്ധവിമാനത്തിൽ. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ അല്ലെങ്കിൽ അമ്പേ പരാജയമാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. പ്രത്യേകിച്ചും നരേന്ദ്രമോദിയുടെ ശബ്ദമേ കേൾക്കുന്നില്ല. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ എന്തെങ്കിലും പ്രതികരിച്ചതായിട്ട് എങ്ങും കാണാൻ കഴിഞ്ഞില്ല. രാജ്യസഭയിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ കുറേ മുടന്തൻ ന്യായങ്ങളൊക്കെ പറയുന്നത് കേട്ടു. UPA സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ മറ്റ് സർക്കാരുകളുടെ കാലത്തൊക്കെ ഇത് ഒക്കെ നടന്നിട്ടുണ്ട്. ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഏതൊരു രാജ്യവും പുറത്താക്കുക തന്നെ വേണം. അവർ റെഫ്യൂജീസ് അല്ല, അവർ ഇൻട്രൂഡേഴ്സാണ്. ഇൻട്രൂഡേഴ്സിനെ പുറത്താക്കുക തന്നെ വേണം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. അന്നെല്ലാം
ഇതുപോലെ സിവിലിയൻ വിമാനങ്ങളിലാണ് അവരെ കൊണ്ടുവന്നിട്ടുള്ളത്. അവരെ പാസഞ്ചറെ പോലെയാണ് അവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്, അവരെ മടക്കി അയച്ചിട്ടുള്ളത്. ഇവിടെ യുദ്ധത്തടവുകാരെ പോലെയും കൊടും ക്രിമിനൽസിനെ പോലെയും കരുതി കയ്യിൽ വിലങ്ങും വെച്ച് കാലിൽ ചങ്ങലയും ഇട്ട് ഇതുവരെ യുദ്ധവിമാനത്തിൽ കൊണ്ട് ഇവിടെ തള്ളിയിട്ടില്ല. അത് ചരിത്രത്തിൽ ആദ്യമാണ്. അത് ഇന്ത്യക്ക് അപമാനമാണ്. ജയശങ്കർ വെറും പേപ്പറിലെ പുലി മാത്രമാണെന്നാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. കുറേ പത്രപ്രവർത്തകർക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ കൊടുത്തു എന്ന് പറഞ്ഞ് ഇവിടെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയും ഭയങ്കര മിടുക്കനാണ്, ഭയങ്കര മറ്റവരെ മുട്ടുകുത്തിച്ചു, അല്ലെങ്കിൽ പത്രക്കാരെ മുട്ടുകുത്തിച്ചു, ജേർണലിസ്റ്റിനെ മുട്ടുകുത്തിച്ചു എന്നൊക്കെ പറയുന്നതല്ല. അതൊക്കെ പേപ്പർ പുലിയാണ്. ഒരു കാര്യം എങ്ങനെ ഡീൽ ചെയ്യണം, ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഇന്ത്യക്കാരെ ഇവിടെ എത്തിക്കേണ്ടതെന്ന് അമേരിക്കയോട് പറഞ്ഞ് ഒരു പാസഞ്ചറെ പോലെ ഇവിടെ അയക്കണമെന്ന് പറയാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിക്കോ കഴിഞ്ഞില്ല. ഈ വിഷയത്തിൽ അമ്പേ പരാജയം തന്നെയാണ്. എന്തൊക്കെ വാദമുഖങ്ങൾ നിരത്തിയാലും ഇവിടെ ട്രംപ് ഇന്ത്യയെ അപമാനിച്ചിരിക്കുകയാണ്. ഇതിന് അമേരിക്ക എങ്ങനെ പ്രതികരിക്കും എന്ന് നോക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒരു സാധാരണ പൗരന്മാരും. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, ഇവിടെ കോൺഗ്രസ് അല്ലെങ്കിൽ UPAയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ UPA അല്ലല്ലോ, ഇന്ത്യ അലയൻസിൻ്റെ നേതൃത്വത്തിലേക്ക് ഞാൻ കോൺഗ്രസിൻ്റെതാണ് ഈ ഇടയ്ക്ക് മീഡിയയിൽ കണ്ടത്. ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞ് ഇന്ത്യക്കാരെ അയക്കുന്നതിനെതിരെ ഇവിടെ ശബ്ദമുയർത്തുന്നു. അതൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം ഏതൊരു രാജ്യവും ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഡിപ്പോർട്ട് ചെയ്യുക തന്നെ വേണം, ചെയ്യണം എന്ന അഭിപ്രായക്കാരനാണ്. നമ്മളും ചെയ്യണം. മറ്റ് രാജ്യത്ത് ഇവിടെ ഇൻട്രൂഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ ഒരുപാട് ഇൻട്രൂഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ കേരളത്തിൽ പിടിച്ചു അല്ലേ, ഫേക്ക് ആധാർ കാർഡൊക്കെ ഉണ്ടാക്കി പലരുമുണ്ട്. അങ്ങനെ കേരളത്തിൽ ഒരുപാടുണ്ട്. ഇന്ത്യയിലുടനീളം ഇതുപോലെ ബംഗ്ലാദേശി ഇൻട്രൂഡേഴ്സ് ഉണ്ട്. അവരെ തിരിച്ചയക്കുക തന്നെ വേണം. പക്ഷേ നമ്മൾ റോഹിംഗ്യാസിൻ്റെ കാര്യം, നമ്മൾ റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ കാര്യം പറയുന്നില്ല. അവർ റെഫ്യൂജീസാണ്. അവർക്കിവിടെ അഭയം കൊടുത്തതാണ്. അവർക്കിവിടെ അവകാശങ്ങളുണ്ട്, റെഫ്യൂജീസാണ്. പക്ഷേ ബംഗ്ലാദേശിലെ ഇൻട്രൂഡേഴ്സാണ്. അവരെ തീർച്ചയായും തിരിച്ചയക്കണം. ഓരോ രാജ്യവും അങ്ങനെ ചെയ്യേണ്ടതാണ്. അത് ആ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ഐക്യം നല്ലതാണ്. അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷേ അമേരിക്ക ഇന്ത്യൻ പൗരന്മാരെ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് മുദ്രകുത്തി, ഇല്ലീഗൽ ഇമിഗ്രൻസ് തന്നെയാവാം, പക്ഷേ അവരെ തിരിച്ചയച്ച രീതി നമ്മുടെ പൗരന്മാരെന്നുള്ള നിലയിൽ നമുക്കത് സഹിക്കാൻ കഴിയുന്നതില്ല. ഇതിന് ശക്തമായ രീതിയിൽ അമേരിക്കയോട് ഇന്ത്യ പ്രതികരിക്കേണ്ടതുണ്ട്. എങ്ങനെ ഇന്ത്യ പ്രതികരിക്കും എന്ന് അറിയാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ് ഇന്ത്യയിലെ ഓരോ പൗരനും.